പ്രൈമറിയിലൂടെ ഒരു ആൾട്ടർനേറ്റിംഗ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് വിൽ ഫ്ലോ ത്രൂ ദ കോയിൽ, പ്രൈമറി കോയിൽ, and due to that there will be an alternating magnetic flux around the primary coil. Secondary coil is situated in the neighborhood of the primary. അല്ലേ, ഇത് രണ്ടും വളരെ അടുത്തടുത്താണ്. അപ്പോൾ the magnetic flux linked with the alternating voltage ആയതുകൊണ്ട് magnetic flux ഉം alternating ആണ്, changing ആണ്. The magnetic flux linked with the secondary is also changing with the time, and due to mutual induction an EMF is induced in the secondary. ലെൻസസ് ലോ അനുസരിച്ച് EMF ഇൻ ദ സെക്കൻഡറി ഈക്വൽ ടു -ns d∅dt. ഇനി സെൽഫ് ഇൻഡക്ഷൻ വഴി പ്രൈമറി കോയിലിൽ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നുണ്ട് അല്ലേ, ആ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അതിൽ തന്നെ EMF ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ദ ബാക്ക് EMF or self-induced EMF in the primary is equal to -np d∅dt, where phi is a magnetic flux linked with one turn. അത് സെയിം ആണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നത് all the flux linked with the primary is also linked with the secondary. There is no leakage of flux. ഇത് രണ്ടും വളരെ അടുത്തടുത്താണ്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലീക്കേജ് ഇല്ല എന്നുള്ള ഒരു അസംഷനിൽ we take that the induced EMF in the secondary is equal to the induced EMF in the primary. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എടുക്കുന്നു. അപ്പോൾ ഈ നമ്പർ ഓഫ് ടേൺസിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് EMF induced EMF in the secondary is equal to the output secondary voltage Vs, പുറത്തേക്ക് എടുക്കുന്ന സെക്കൻഡറി വോൾട്ടേജ്. അതേപോലെ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. ഇത് ശരിയല്ല. ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ പ്രൈമറി. അപ്പോൾ ES എന്നുള്ളതിനെ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ടേക്കൺ ഫ്രം ദ സെക്കൻഡറി. നമ്മൾ ഈ പുറത്തേക്ക് എടുക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൽ ഇൻഡ്യൂസ്ഡ് ആവുന്ന വോൾട്ടേജ് തന്നെയാണ്. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത EMFന് തുല്യമായ ബാക്ക് EMF ആണ് പ്രൈമറിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജ് VP ഈക്വൽ ടു EP എന്നെടുത്തു. Now we are going to find VS by VP. VS by VP എന്ന് പറയുന്നത് ES by EP ആണ്. VS എന്താണ്? -ns d∅dt ഡിവൈഡഡ് ബൈ -np d∅dt. അപ്പോൾ d∅dt ക്യാൻസൽ ആവും, ബാക്കി ns by np. So we have the relation VS by VP equal to ns by np, and ns by np is called turns ratio. ns by np is called turns ratio of the transformer. Now we are considering an ideal transformer. Ideal transformer എന്ന് പറയുമ്പോൾ the input power is equal to output power and it has 100% efficiency. So power input equal to power output. അപ്പോൾ ആക്ച്വലി ട്രാൻസ്ഫോമർ 100% എഫിഷ്യൻസി ഇല്ലെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ഹാവ് ആൻ എഫിഷ്യൻസി ഓഫ് എ വെരി ഹൈ എഫിഷ്യൻസി ഓഫ് 95%. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് കറൻറ്റ് IP ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് VP. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറൻറ്റ് ഇൻറ്റു ഔട്ട്പുട്ട് വോൾട്ടേജ് VS. അപ്പോൾ ഇതിൽ VS by VP എന്ന് പറഞ്ഞാൽ ഈ VPനെ ഇങ്ങോട്ട് എടുത്തു, VS by VP ഇത് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? I ഈക്വൽ ടു VS by VP ഈക്വൽ ടു IP by IS അല്ലേ. VP ഈ ഭാഗത്തേക്കും IS ഈ സൈഡിലേക്ക് എടുത്തു. VS by VP നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു NS by NP. അപ്പോൾ ഇതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ്, കറൻറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് ടേൺസ്. ഇനി ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വി ഹാവ് സീൻ ദാറ്റ് ദ വോൾട്ടേജ് ലെവൽ ഈസ് ഇൻക്രീസ്. അതിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ദ പ്രൈമറി. അപ്പോൾ നമ്മൾ VS by VP ഈക്വൽ ടു NS by NP എന്നാണ് എഴുതിയത്.
അപ്പോൾ എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്ന് പറയുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രൈമറി വോൾട്ടേജ്. വാട്ട് അബൌട്ട് ദ കറൻറ്റ്? കറൻറ്റ് ഐ പി ബൈ ഐ എസ് ആണ് അല്ലേ, വോൾട്ടേജിൻ്റെ ഇൻവേഴ്സ് ആണ് കറൻറ്റ് വരുന്നത്. അപ്പോൾ കറൻറ്റ് ഇൻ ദ പ്രൈമറി വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഇൻ ദ സെക്കൻഡറി. വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ പവർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെയുള്ള കറൻറ്റ് കുറയുന്നു. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ എൻ പി ഈസ് ലെസ് ദാൻ എൻ എസ്. പ്രൈമറിയിലെ എൻ എസ് ഈസ് ലെസ് ദാൻ എൻ പി. Number of turns in secondary is less than that in primary. ns less than np എന്ന് പറയുമ്പോൾ the voltage in the secondary will be less. അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് കുറവായിരിക്കും പക്ഷേ കറൻറ്റ് കൂടുതലായിരിക്കും. ഇനി ഒരു ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ഇൻ ആക്ച്വൽ ട്രാൻസ്ഫോമേഴ്സ്, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമേഴ്സിൽ ഉണ്ടാവുന്ന ലോസസ് എന്തൊക്കെയാണ്? എനർജി ലോസസ്. അതിൽ ഒന്ന് ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ലീക്കേജ്. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് സെക്കൻഡറി ആയി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി എന്നാണ്. ബട്ട് ആക്ച്വലി ദർ ഇസ് സം ലീക്കേജ് ഓഫ് ഫ്ലക്സ് ത്രൂ ദ എയർ ഗ്യാപ്പ്. എന്താണ്, ഇഫ് യു ആർ വൈൻഡിങ് വൺ കോയിൽ ഓവർ ദി അതർ വി ക്യാൻ റെഡ്യൂസ് ദ ഫ്ലക്സ് ലീക്കേജ്. പിന്നെ അടുത്തത് we have assumed that the resistance of the primary and secondary is negligible or almost zero, but actually any wire will have a small resistance, and due to that resistance energy will be dissipated as heat. H equal to I square RT joules. അപ്പോൾ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? തിക്ക് വയേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ റെസിസ്റ്റൻസ് കാരണം ഫ്ലക്സ് ലീക്കേജ് ഒന്ന്, പിന്നെ റെസിസ്റ്റീവ് ലോസസ്, റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്ന ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് I square RT, ആ ഹീറ്റിംഗ് ഇഫക്റ്റ് കാരണം ഉണ്ടാവുന്ന ലോസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ എഡി കറൻറ്റ് ലോസ്. എഡി കറൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ സോഫ്റ്റ് അയൺ പീസ് ആയി ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ബൾക്ക് സോഫ്റ്റ് അയൺ പീസിൽ there will be induced currents which opposes the applied voltage, and that is called eddy current. ആ എഡി കറൻറ്റ് മിനിമൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ. ലാമിനേറ്റഡ് പറയുമ്പോൾ ഷീറ്റുകളായി ഇതിനെ ചെറിയ ചെറിയ ഷീറ്റുകളാക്കിയിട്ട് പരസ്പരം ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ലാസ്റ്റ് വൺ ഈസ് ദ ഹിസ്റ്റീരിസിസ് ലോസ്. ഹിസ്റ്റീരിസിസ് ലോസ് അതായത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഒരു പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉള്ള ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമ്മളിതിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ദ കോർ ഈസ് മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഡീമാഗ്നറ്റൈസ്ഡ് റിപ്പീറ്റഡ്ലി. അപ്പോൾ അങ്ങനെ മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും നടക്കുമ്പോൾ ദർ വിൽ ബി എനർജി ലോസ് വിച്ച് ഈസ് കോൾഡ് ഹിസ്റ്റീരിസിസ് ലോസ് അല്ലെ. ഏരിയ ഓഫ് ദ ഹിസ്റ്റീരിസിസ് കർവ് ആണ് ആ എനർജി ലോസിന് മെഷർമെൻറ്റ്. അപ്പോൾ ആ ഹിസ്റ്റീരിസിസ് ലോസ് എനർജി വിൽ ബി ലോസ്റ്റ് ആൻഡ് ദ കോർ വിൽ ഗെറ്റ് ഹീറ്റഡ്. അപ്പോൾ നമ്മൾ ആ എനർജി ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ വി ഹാവ് ടു ടേക്ക് എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് ഹാസ് ലോ ഹിസ്റ്റീരിസിസ് ലോസ്. So these are the 4 different energy losses in a practical transformer. ഇനി നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ലാർജ് സ്കെയിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഓവർ ലോങ് ഡിസ്റ്റൻസസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ഇതിൽ ആദ്യം ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഹൈ 11 kV 11,000 വോൾട്ടിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. അതുകൊണ്ട് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെയുള്ള I square RT ആ ഹീറ്റ് എനർജി ലോസ് I കുറയുമ്പോൾ ആ ഹീറ്റ് എനർജി ദാറ്റ് ഈസ് വേസ്റ്റഡ് ഇൻ ദ ട്രാൻസ്മിഷൻ വയേഴ്സ് ഡ്യൂ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇറ്റ് വിൽ ബി മിനിമൈസ്ഡ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏരിയ സബ്സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ ഒന്ന് വോൾട്ടേജിനെ ലോവർ ചെയ്യുന്നുണ്ട്. വീണ്ടും അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂട്ടിംഗ് സബ്സ്റ്റേഷനിലും യൂട്ടിലിറ്റി പോളിൽ കൂടെയും കടന്നിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. വീടുകളിലെത്തുമ്പോൾ അത് 240 വോൾട്ടാണ് ഉണ്ടാവുന്നുള്ളൂ ഇല്ലേ. അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ്.